ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതിന് ഗൈസ് ഇന്ന് ഞങ്ങൾക്ക് ആർട്സ് ആണ് കേട്ടോ. ഒന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. അന്നേരം എന്തായിരുന്നു എൻ്റെ പ്രോഗ്രാം എന്ന് കോസ്റ്റ്യൂം കാണുമ്പോഴേ മനസ്സിലാവും. ദെൻ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് ആർട്സിൻ്റെ ഫസ്റ്റ് ഡേ എനിക്കുണ്ടായിരുന്നത് തിരുവാതിരയായിരുന്നു. പ്രാക്ടീസൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ തകർത്തുന്ന സ്റ്റേജിൽ കയറി. പെട്ടില്ല ഗൈസ്, ഞങ്ങൾ സ്റ്റേജിൽ കയറി കൂട്ടയിടി നടത്തി. കൂട്ടയിടി ഗൈസ്. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ നല്ലത് കളിച്ചത് മാത്രം. പിന്നെ ലാസ്റ്റ് നമുക്ക് കൊമേഡി എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ സംഭവത്തിനെല്ലാം ഞങ്ങൾ കൂട്ടിയിടിയായിരുന്നു. ഒന്നും തോന്നില്ല കേട്ടോ, അത് ഞാൻ കാണിക്കത്തില്ല. പിന്നെ ഗൈസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഷാർജ കുടിക്കാനായിട്ട് പോയി. ഗൈസ് ഇവിടുത്തെ ഷാർജയ്ക്ക് 40 രൂപയുള്ളൂ കേട്ടോ. 40 രൂപ മാത്രം. ഞങ്ങൾ 3 ഓർഡർ ചെയ്തു, ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഗൈസ് ഇന്ന് ആർട്സിൻ്റെ സെക്കൻഡ് ഡേ. ഞങ്ങൾക്ക് 2 ദിവസമല്ലായിരുന്നു ആർട്സ്. ദെൻ ഗൈസ് ഇന്ന് എൻ്റെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ പാട്ടാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ ആ ടീമിലുള്ള കുട്ടികളാണ്. പിന്നെ ഗൈസ് ഞങ്ങളൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഇന്നലെ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രോഗ്രാമായിരുന്നു തിരുവാതിര. ദെൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞങ്ങൾ തന്നെ ആയിരുന്നു ഫസ്റ്റ്. ഞങ്ങൾ റെഡ് ഗ്രൂപ്പായിരുന്നു കേട്ടോ. അത് ഈ റെഡ് ബ്ലൗസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞങ്ങൾ നല്ലപോലെ ടെൻഷൻ അടിച്ചിട്ട് ഇന്നലെ ആദ്യത്തെ പ്രോഗ്രാം തന്നെ ഞങ്ങളുടെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാം കയ്യിൽ നിന്നും പോയി. പിന്നെ ഗൈസ് ഇന്നലെ ഞങ്ങൾ കിട്ടാത്തത് ഇന്ന് ഞങ്ങൾക്ക് എടുക്കണമെന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തകർപ്പനായിട്ട് കിടന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അതിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടി കേട്ടോ.
ഗൈസ് ഞങ്ങൾക്ക് നാടൻപാട്ടിന് ഫസ്റ്റ് തന്നെ കിട്ടി കേട്ടോ. ഞങ്ങളത് കവറപ്പ് ചെയ്തു, ഞങ്ങളുടെ ആ ഒരു തേർഡ് കവറപ്പ് ചെയ്തു. ദെൻ ഗൈസ് ഞങ്ങൾ അതിന് ശേഷം വീണ്ടും ആ 40 രൂപയുടെ ഷാർജ കുടിക്കുന്ന ആ കടയിൽ തന്നെ ഞങ്ങൾ 3 പേരും വീണ്ടും വന്നു. അത് നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളിയാണ്. 40 രൂപയ്ക്ക് ഞങ്ങളുടെ മാവേലിക്കര പുഷ്പ ജംഗ്ഷനിൽ, പൂക്കട ജംഗ്ഷൻ എന്നും പറയും, പുഷ്പ ജംഗ്ഷൻ എന്നും പറയും. അവിടെ ആ കടയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അവിടെ 40 രൂപയുടെ ഷാർജ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതും പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഒരു ബ്രെഡിൻ്റെ ഒരു സംഭവമുണ്ട്. കണ്ടാൽ കട്ട്ലേറ്റ് പോലെ ഇരിക്കുന്നെങ്കിൽ അത് ബ്രെഡാണ്. ആ ഒരു സംഭവം കുഴപ്പമില്ലായിരുന്നു, ഇറ്റ്സ് ഓക്കെ, നല്ലതായിരുന്നു. ഗൈസ് എങ്ങനെയാണ് ഷാർജ കുടിക്കേണ്ടതെന്ന് അനാമിക കാണിച്ചു തരും കേട്ടോ. ഇങ്ങനെ കലക്കിയിട്ടാണ് ഷാർജ കുടിക്കുക, ചുമ്മാ കുടിക്കരുത്. കലക്കിയതെല്ലാം ഇങ്ങനെ കലക്കി ഇതിൻ്റെ സൈഡിലുള്ള സാധനം ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ സ്റ്റോറി ഇടാൻ ഫോട്ടോ ഇടാൻ കൊണ്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇതിപ്പോൾ വിശപ്പ് എനിക്ക് അവിടെ ചിലപ്പോൾ ഗ്യാങ്ങിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും മേടിക്കണം. വെള്ളം വീഡിയോ അല്ലല്ലോ, വീഡിയോ എടുക്കാം, കഴിക്കാം. യൂത്ത് ചാനൽ കൊണ്ട് മനുഷ്യൻ്റെ സോപ്പ് കൊണ്ട്. പിന്നെ ഗൈസ് വൈകിട്ട് ഞങ്ങൾക്ക് കോളേജിൽ തന്നെ ഒരു ഫോം പാർട്ടി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഫോംപാർട്ടി കഴിഞ്ഞപ്പോൾ ഗൈസ് ഞങ്ങൾ ഈ കോലത്തിൽ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പോഴും അവിടെ പരിപാടി നടക്കുകയാണ്. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ പോകണോണ്ട്. പിന്നെ ഗൈസ് എന്നെ അക്കു വിളിക്കാൻ വന്നിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് എനിക്കൊരു ബിരിയാണി തിന്നാൻ ആഗ്രഹം. ഞാൻ അക്കുവിൻ്റെ അടുത്ത് പോകുന്ന വഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ബിരിയാണി വാങ്ങിച്ച് തരണേന്ന്. അപ്പോൾ ഗൈസ് രാത്രിയായപ്പോൾ എൻ്റെ ചെറുക്കനെ എനിക്ക് ബിരിയാണി വാങ്ങിച്ച് തന്നു ഗൈസ്. പിന്നെ ഗൈസ് ഞാനത് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി, അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഞാൻ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.